കഥ തുടരുന്നു. പല്ലവി അന്തിച്ചത്തിന് പോകാൻ നേരത്ത് ബാലു വള്ളത്തിൽ ഭാനുമതിയെ കടയിൽ കൊണ്ടുവിട്ടു. പല്ലവി കൈനറ്റ് ഹോണ്ടയിൽ കയറിപ്പോയി. അന്തിക്കള്ള ഷാപ്പിലെത്തിച്ച ശേഷം അവൾ കടയ്ക്കരികിൽ സ്കൂട്ടർ നിർത്തി. അവിടെ ഏതാനും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർ പോയതോടെ പല്ലവി ഭാനുമതിയോട് പറഞ്ഞിട്ട് സ്കൂട്ടറിൽ വീട്ടിലെത്തി. ഇനി അക്കരയ്ക്ക് പോകുന്നത് വള്ളത്തിലാണ്. എങ്കിലേ ഭാനുമതിയുമായി രാത്രിയിൽ മടങ്ങി വരാനാവൂ. വീടിനുള്ളിലേക്ക് കയറിയ അവൾക്ക് എന്തിൻ്റെയൊക്കെയോ ഗന്ധം അനുഭവപ്പെട്ടു. ഒപ്പം അടുക്കളയിൽ മിക്സിയുടെ ശബ്ദവും. വല്യമ്മ കടയിലാണല്ലോ എന്ന് ചിന്തിച്ച് പല്ലവി സംശയത്തോടെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ മാധവനും അടുത്ത് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ബാലുവും ഉണ്ടായിരുന്നു. പല്ലവി അത്ഭുതത്തോടെ ചുറ്റും നോക്കി. കഴുകി ഉണക്കിയ ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിൽ മുളകും മല്ലിയും മസാലക്കൂട്ടുമൊക്കെ പൊടിച്ചു വെച്ചിരിക്കുന്നു. മഞ്ഞൾ മിക്സിയിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് ആരോ വന്നതറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ മാധവൻ പല്ലവിയെ കണ്ടു. വല്യച്ഛ, ഇതൊക്കെ? മാധവൻ തലയാട്ടി. നിന്റെ വല്യമ്മ പറഞ്ഞ് ഏൽപ്പിച്ചതാ. വെറുതെ കുത്തിയിരുന്നിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ മനസ്സിനും ഒരു സന്തോഷം തോന്നുന്നടി. മറുപടി പറഞ്ഞില്ല പല്ലവി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ സമയം അമിച്ചകരിയിലെ തൻ്റെ ഷാപ്പിൻ്റെ ഓഫീസ് റൂമിൽ അസ്വസ്ഥനായിരുന്നു ദത്തൻ. കാലുകൾ മുന്നിലെ മേശയിലേക്ക് ഉയർത്തി വെച്ചിട്ട് മീശയിൽ തടവിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അയാൾ. മേശയുടെ ഒരു ഭാഗത്ത് മുന്നിൽ ഒരു ഭാഗം ഒഴിഞ്ഞ മദ്യക്കുപ്പിയും താറാവ് റോസ്റ്റും. ദത്തൻ ഒരു സിഗരറ്റ് കത്തിച്ച പുക ഊതിപ്പറത്തി. തൻ്റെ ശിരസിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ഫോൺ എടുത്ത സമയം നോക്കിയിട്ട് അയാൾ ഗൗതത്തിന് കോൾ അയച്ചു. പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ദേ ഞാൻ എത്തിയച്ചാ. ആ നിമിഷം പുറത്ത് വാഹനം വന്നു നിൽക്കുന്നതിൻ്റെ ശബ്ദം ദത്തൻ കേട്ടു. കാലുകൾ മേശയിൽ നിന്ന് താഴ്ത്തി വെച്ച് ദത്തൻ എരിഞ്ഞു തീരാറായില്ലെങ്കിലും സിഗരറ്റ് തറയിലിട്ട് ഹാഫ് ഷൂസ് കൊണ്ട് ഞെരിച്ചു. അനന്തരം കുപ്പിയിൽ നിന്ന് കുറച്ചുകൂടി ഗ്ലാസ്സിലേക്ക് പകർന്ന് വെള്ളമോ സോഡയോ ചേർക്കാതെ വായിലേക്ക് ഒഴിച്ചു. ഗ്ലാസ് തിരികെ വയ്ക്കും മുമ്പ് ഗൗതം കടന്നു വന്നു. അവൻ മേശയിലേക്കും അയാളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ആഹാ, നല്ല ഫോമിലാണല്ലോ. എവിടെന്ന്? ദത്തൻ പറഞ്ഞു. ഈ കുപ്പി മുഴുവൻ കുടിച്ചാലും ഇന്ന് തലയ്ക്ക് പിടിക്കുമെന്ന് തോന്നുന്നില്ല. പണ്ടാരമടങ്ങാൻ. ആ, നീ പോയ കാര്യം എന്തായടാ? ഗൗതം അയാൾക്കെതിരെ കസേരയിൽ അമർന്നു. പിന്നെ മദ്യക്കുപ്പി എടുത്ത് 2 കവിൾ അകത്താക്കി. അനന്തരം ഇടം കൈക്കൊണ്ട് ചുണ്ടു തുളച്ചിട്ട് ദത്തനെ നോക്കി. നമ്മൾ കേട്ടതൊക്കെ ശരി തന്നെയാണച്ചാ. ദേവസ്യയുടെ ഷാപ്പിൽ ഇപ്പോൾ നേരത്തെയുള്ളതിൻ്റെ 3 ഇരട്ടി കച്ചവടമുണ്ട്. എന്നാൽ കറികളെക്കുറിച്ച് അത്ര അഭിപ്രായം പോരാ. പക്ഷേ പല്ലവി ചെത്തുന്ന കള്ളിന് വേണ്ടി ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. ദത്തനെ ആകെ പെരുത്തു കയറി. ആ, നീ ഷാപ്പിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ തീരുമാനിച്ച കാര്യത്തിന് ആളിനെ കിട്ടിയോന്ന് പറയടാ. അയാൾ പിന്നെയും മദ്യക്കുപ്പി കയ്യിലെടുത്തു. ഗൗതം തല കുടഞ്ഞു. ഇല്ല, അക്കാര്യം ചിന്തിക്കുകയേ വേണ്ട. അയാളുടെ ഷാപ്പിലെ ജീവനക്കാർ ഒറ്റക്കെട്ട. രൂപ എത്ര അറിഞ്ഞിട്ടും കാര്യമില്ല. അവരിൽ ഒരാളെയെങ്കിലും കിട്ടാതെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുകയുമില്ല. ഛേ. ദേഷ്യത്തോടെ ദത്തൻ മദ്യക്കുപ്പി ശക്തിയിൽ മേശയിൽ ഇടിച്ചു വെച്ചു. പല്ലവിയെ തകർക്കണം. എന്നേക്കുമായി അവൾ ചെത്ത് ഉപേക്ഷിക്കണം. അതിനൊരു വഴി. പെട്ടെന്ന് വൈരപ്പൊടി വീണതുപോലെ ദത്തൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. തൻ്റെ അച്ഛൻ്റെ മുഖത്ത് പെട്ടെന്നുണ്ടായ ഭാവമാറ്റം ഗൗതം കണ്ടറിഞ്ഞു. എന്തോ വലിയ പദ്ധതി ആ മനസ്സിലുണ്ടെന്ന് ഗൗതത്തിന് തോന്നി. എന്താണച്ചാ? അവൻ അയാളിൽ തന്നെ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് തിരക്കി. ഒരു വഴിയുണ്ട്, പക്ഷേ അറ്റക്കയ്യാണ്. ദത്തൻ ക്രൂരമായി ചിരിച്ചു. അച്ഛൻ കാര്യം പറ. ഗൗതം മേശമേൽ കൈമുട്ടുകളൂന്നി മുന്നോട്ടാഞ്ഞിരുന്നു. ദത്തൻ സ്വരം താഴ്ത്തി. നീ ആ മറപ്പുര ഭാർഗവനെ വിളിക്കണം. ആ നശിച്ചവള് പുലരിച്ചെത്തിനും അന്തിച്ചെത്തിനും എപ്പോഴൊക്കെയാണ് പോകുന്നതെന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ. എന്നിട്ട്? ഗൗതം നെറ്റിച്ചുളിച്ചു. ആരെങ്കിലും വിട്ട് അവളെ അറ്റാക്ക് ചെയ്യിക്കാനാണോ? അങ്ങനെ വന്നാൽ ആദ്യത്തെ സംശയം വീഴുന്നത് നമ്മൾ നേർക്കാവും. മറക്കണ്ട. അമർത്തിയ മൂളിനോടെ ദത്തൻ മദ്യക്കുപ്പിയിലേക്ക് നോട്ടം നട്ടു. ആരെങ്കിലും അവളെ ആക്രമിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ചിറയിലൂടെ കേബിൾ കണക്ഷനുകളില്ലേടാ? ഉണ്ട്. ദത്തൻ അമർത്തി മൂളി. ഇപ്പോൾ കേബിളുകളിൽ കുരുങ്ങി ആൾക്കാർ വീഴുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണയാണ്. അത്രയേ പറഞ്ഞുള്ളൂ ദത്തൻ. ഗൗതത്തിന് കാര്യം ഏതാണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. തലേന്ന് പറഞ്ഞ വാക്ക് ഷാപ്പുടമ ദേവസ്യ പാലിച്ചു. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. പുറത്തിറങ്ങി സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം ചിറയിലൂടെ ആളുകൾ നടന്നു വരുന്നത് കാണാം. അത്രമാത്രം. പുലരിച്ചത്തിന് പോകുവാനായി കന്നാസും പണിയായുധങ്ങളും എടുത്തുകൊണ്ട് പല്ലവി വാതിൽ തുറന്നു. അതിനു മുന്നേ എഴുന്നേറ്റ മാധവനും ഭാനുമതിയും അടുക്കളയിൽ എന്തൊക്കെയോ ജോലികളിലായിരുന്നു. പല്ലവി കൈനറ്റ് ഹോണ്ടയുടെ സീറ്റിൻ്റെ മുൻഭാഗത്ത് കന്നാസ് ഇറക്കി വെച്ചു. അപ്പോൾ ഒരു ബൈക്ക് അവിടെ വന്നു നിന്നു. അവൾ തിരിഞ്ഞു നോക്കി. അതിൽ 2 പേർ ഉണ്ടായിരുന്നു. പിന്നിലിരുന്ന അയാൾ ഇറങ്ങി. തൻ്റെ കയ്യിലിരുന്ന ഇത്തിരി വലിയ സ്റ്റീൽ ചരുവങ്ങൾ പിന്നോട്ട് പിടിച്ചു മുന്നോട്ട് വന്നു. ഭാനുമതി ചേച്ചിയെ, അയാൾ വിളിച്ചു. ആ വിളി കാത്തിരുന്നത് പോലെ ഭാനുമതി തിണ്ണയിലേക്കെത്തി. ദേവസ്യാച്ചൻ തന്നു വിട്ടതാ. അയാൾ പാത്രങ്ങൾ അവർക്ക് കൈമാറി. പിന്നെ ഒന്നും പറയാതെ ബൈക്കിൽ കയറി തിരിച്ചുപോയി. വല്യമ്മേ, ഞാൻ കൂടി വന്നിട്ട് തുടങ്ങിയാൽ മതി, പല്ലവി അറിയിച്ചു. വല്യമ്മേ, സഹായിക്കാൻ വേണ്ടിയാ ഞാനിന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിയത് തന്നെ. നീ പോയേച്ചു വാടി മോളെ.
ഭാനുമതി ചിരിച്ചു. 7:30 കള്ളുമെടുത്ത് പല്ലവി മടങ്ങിയെത്തി. മുറ്റത്ത് സ്കൂട്ടർ നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ മീൻകറിയുടെ ഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. വല്യമ്മ പാചകം തുടങ്ങിയിട്ട് കുറച്ചു നേരമായെന്ന് പല്ലവിക്ക് മനസ്സിലായി. കത്തിക്കൂടും അനുബന്ധ സാധനങ്ങളും പതിവ് സ്ഥലത്ത് വച്ചിട്ട് അവൾ അടുക്കളയിലെത്തി. മാധവനും ഭാനുമതിയും ഉണ്ടായിരുന്നു അവിടെ. അടുപ്പിൽ ഒരു പാത്രത്തിൽ തിളയ്ക്കുന്ന മീൻകറി. നാവിൽ വെള്ളം ഊറിപ്പോകുന്ന ഗന്ധം. തിളപ്പിച്ചത് മതിയടി, ഇനി ഇരുന്ന് വറ്റാനുള്ളതേയുള്ളൂ. അല്ലെങ്കിൽ കപ്പയിൽ ഒഴിക്കാൻ ചാറ് കാണത്തില്ല. ഒരു അലുമിനിയം ഉരുളിയിൽ ചട്ടുകത്തിനാൽ എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മാധവൻ പറഞ്ഞു. ഭാനുമതി മീൻകറി ഇറക്കി വെച്ചു. എന്തൊക്കെയാണ് ദേവസാച്ചൻ കൊടുത്തുവിട്ടത്? പല്ലവി ചോദിച്ചു. ആറ്റുവാളയും പോത്തിറച്ചിയും. ഭാനുമതി തുടർന്നു. വാളക്കറിയും വച്ചു. പോത്ത് ഉലർത്തിക്കൊണ്ടിരിക്കുന്നു. വാളക്കറിയുടെ പാത്രത്തിൽ അതിൻ്റെ തല നടുവെ പിളർത്തിയത് പല്ലവി കണ്ടു. പോത്തിറച്ചി പാകമാകുന്നതേയുള്ളൂ. ചട്ടുകത്തിൽ അതിലൊരു പീസ് ഉയർത്തി മാധവൻ ഒന്ന് മണത്തു നോക്കി. ഭാനുമതിയെ, ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ടേരടി. അവർ അത് പ്രകാരം ചെയ്തു. 1-2 തവണ കൂടി അത് ഇളക്കിയിട്ട് മാധവൻ ജോലി അവസാനിപ്പിച്ചു. പിന്നെ പല്ലവിയോട് പറഞ്ഞു. മോളെ, നീ ഇതിൻ്റെ രുചിയൊന്ന് നോക്കിയേടി. പല്ലവി ഒരു സ്പൂണിൽ ഇത്തിരി മീൻചാറ് എടുത്തിട്ട് കൈവെള്ളയിൽ ഒഴിച്ച് നാവ് കൊണ്ട് നുണഞ്ഞു. വല്യമ്മേ, സൂപ്പർ. അവളുടെ കണ്ണുകൾ വിടർന്നു. ഇനി ദേവസ്യാച്ചൻ ഈ ഇടപാട് വിടുമെന്ന് തോന്നുന്നില്ല. വിടാതിരിക്കട്ടെ, മാധവനും പറഞ്ഞു. പല്ലവി ഒരു കഷ്ണം പോത്തിറച്ചിയും എടുത്ത് ടേസ്റ്റ് ചെയ്തു. കൊള്ളാം. എരി അല്പം കൂടിയെന്നൊരു സംശയം. ഷാപ്പിലെ കറികൾക്ക് എരിവ് കൂടുതൽ വേണം മോളെ, എങ്കിലേ കൂടുതൽ കുടിക്കൂ ആളുകൾ. മാധവൻ തൻ്റെ അനുഭവ സമ്പത്ത് വെളിപ്പെടുത്തി. മോളെ പല്ലവി, അപ്പുറത്തെ മുറിയിൽ നിന്ന് ഗോപിദാസ് വിളിച്ചു. എന്തോ? അവൾ അയാളുടെ അടുത്തേക്ക് പോയി. ചായ കുടിച്ചിട്ട് കട്ടിലിൽ ചാരി ഇരിക്കുകയായിരുന്നു ഗോപിദാസ്. എന്താണ് ചാ? അവൾ ചെന്ന് അയാളുടെ അടുത്ത് നിന്നു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് എനിക്കും പലതും ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഉള്ളി വൃത്തിയാക്കുക, എന്തെങ്കിലും അരിയുക, അങ്ങനെയൊക്കെ. വെറുതെ ഇരുന്ന് ഞാനും അടുത്തടി. നീ അച്ഛനോട് അമ്മയോട് പറ, എനിക്കും കൂടി എന്തെങ്കിലും ജോലി തരാൻ. പല്ലവി അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാച്ചാ. അല്ലാതെ നമ്മളെല്ലാവരും കൂടി ജോലി ചെയ്താൽ വരുമാനം ഒത്തിരി ആയി പോകില്ലേ? തമാശയോടെ അത്രയും പറഞ്ഞിട്ട് അവൾ വേഗം പിൻവാങ്ങി. 9 മണി കഴിഞ്ഞപ്പോൾ ഭാനുമതി AC റോഡിലെ കടയിലെത്തി. എന്തോ അന്ന് ഇത്തിരി തിരക്ക് കൂടുതലുള്ള ദിവസമായിരുന്നു. പല്ലവി വേഗത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തു. ഞായറാഴ്ച ആയതിനാൽ ബാലുവും അങ്ങോട്ട് വന്നു. പല്ലവി അവനെ നോക്കി നെറ്റി ചുളിച്ചു. നീ എന്തിനാണ് ഇപ്പോൾ വന്നത്? പഠിക്കാനോ സ്കൂളിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്തു തീർക്കാനോ ഒന്നുമില്ലേ? ബാലുവിൻ്റെ മുഖത്ത് ശുണ്ഠിയുണ്ടായി. ഓ, ഒരു ഞായറാഴ്ചയെങ്കിലും ഞാൻ ഇവിടെ ഇരുന്നോട്ടെ ചേച്ചി. പല്ലവി ഒന്ന് മൂളി. 10:30 ഭാനുമതിയുടെ ഫോണിലേക്ക് ഷാപ്പുടമ ദേവസ്യയുടെ വിളി വന്നു. സംശയത്തോടെയാണ് അവൾ കോൾ എടുത്തത്. തൻ്റെ പാചകം മോശമായി കാണുമോ? എന്നാൽ ദേവസ്യയുടെ ആഹ്ലാദം നിറഞ്ഞ ശബ്ദം കേട്ടു. ചേട്ടത്തിയെ, സംഗതി കിടുക്കനായി കേട്ടോ. കച്ചവടം തുടങ്ങിയിട്ട് അധിക നേരം ആയില്ലെങ്കിലും വാളക്കറിയും പോത്തുലർത്തിയതും തീർന്നു. കഴിച്ചവരിൽ ചിലർ പാഴ്സലും വാങ്ങിയാണ് പോയത്. അതേയോടാ. ഭാനുമതിയുടെ ഉള്ളം കുളിർത്തു. അവർ അഭിമാനത്തോടെ പല്ലവിക്ക് നേർക്ക് കണ്ണയക്കുകയും ചെയ്തു. ദേവസ്യ തുടർന്നു. നാളെ കുറച്ചുകൂടി ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. മാത്രമല്ല, ഇന്ന് 2 ഐറ്റങ്ങൾ ആയിരുന്നത് നാളെ 4 ആക്കിയാലോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചേട്ടത്തിക്ക് കഴിയുന്നത്രയും മതി. എത്രയാണെങ്കിലും നീ കൊടുത്തു വിട്ടേരടെ. പിന്നെ ഒരു കാര്യം, വേണ്ട പലവ്യഞ്ജനങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ തരാം. അതും കൂടി എത്തിക്കണം. മുളകും മല്ലിയും വാങ്ങി വൃത്തിയാക്കിച്ച് പൊടിച്ചു തരണം. കവറിലെ കറിക്കൂട്ടുകളുമായി എൻ്റെ മുറ്റത്ത് കാല് കുത്തിയേക്കരുത്. അല്പം തമാശ കലർന്ന ശബ്ദത്തിലാണ് ഭാനുമതി പറഞ്ഞത്. ദേവസ്യയും ചിരിച്ചു. ഓ, അങ്ങനെ തന്നെ ചെയ്തേക്കാമേ. മുളകും മല്ലിയും ഇപ്പോൾ തന്നെ വാങ്ങിപ്പിച്ചിക്കാം. അങ്ങനെയാകുമ്പോൾ വൈകുമ്പോഴേക്കും പൊടിച്ചെടുക്കാം. മീൻപുളി രാമൻകരിയിൽ ഒരാളുടെ വീട്ടിലുണ്ട്, അതും വാങ്ങിക്കാം. ശരി. തലയാട്ടിക്കൊണ്ട് ഭാനുമതി ഫോൺ കട്ട് ചെയ്തു. ദേവസ്യാച്ചനെ വിളിച്ചത് അല്ലേ വല്യമ്മേ? പല്ലവി ചോദിച്ചു. ഓ, അവർ കാര്യം ചുരുക്കി പറഞ്ഞു. അപ്പോൾ ഈ പരിപാടി വിപുലമാക്കാനാണോ വല്യമ്മയുടെ തീരുമാനം? അല്പം സങ്കടമുണ്ടായിരുന്നു പല്ലവിയുടെ ശബ്ദത്തിൽ. പിന്നല്ലാതെ, ഇനി എത്ര കാലമടി ഞാനൊക്കെ ജീവിക്കുന്നത്? അത്രയും കാലം ശരിക്കും ഒരു മനുഷ്യജീവിയായി കഴിയണം. ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ പാപപരിഹാരമാണെന്ന് വേണമെങ്കിൽ നീ വിചാരിച്ചോടി. ഭാനുമതി ചിരിക്കുകയാണ്. എന്നാൽ പല്ലവിക്ക് അതിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. നീ ഒരു കടലാസും പനിയെടുത്തേ മോളെ. എന്നിട്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് എഴുത്. ഒരാഴ്ചത്തേക്കെങ്കിലും എങ്കിലും ഉള്ളത് ഒന്നിച്ച് വാങ്ങിപ്പിക്കണം. ഭാനുമതി കടയുടെ പടിയിൽ കാലുകൾ നീട്ടിയിരുന്നു. ബാലു കുറച്ച് കടലകളെടുത്ത് പുത്തനാറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പൂവരശ് മരത്തിൻ്റെ നിഴലിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ചുറ്റുപാട് നിന്ന് പാഞ്ഞെത്തിയ മീനുകൾ അത് കൊത്തിക്കൊണ്ട് ഓളിയിടുവാൻ തുടങ്ങി. പല്ലവി പേപ്പറും പേനയും എടുത്ത് ഭാനുമതി പറഞ്ഞതൊക്കെ അതിൽ കുറിച്ചു. മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഭാനുമതിയുടെ ലിസ്റ്റും പ്രകാരമുള്ള പലചരക്ക് സാധനങ്ങളും രാത്രിയോടെ ഒരു ഓട്ടോയിൽ ദേവസ്യ ഗോപിദാസിൻ്റെ വീട്ടിലെത്തിച്ചു. അടുത്ത ദിവസം രാവിലെ താറാവും ഞണ്ടും കൊഞ്ചും പീര വയ്ക്കാനുള്ള പള്ളത്തിയുമായിരിക്കും കൊടുത്തുവിടുന്നതെന്ന് അറിയിക്കുകയും ചെയ്തു.
പിറ്റേന്ന് പുലർച്ചെ തലേന്നത്തേതിലും നേരത്തെ എഴുന്നേറ്റ് പല്ലവി പീര വയ്ക്കാനും മറ്റുമുള്ള തേങ്ങ ചുരുണ്ടി കൊടുത്തിട്ടാണ് കള്ളെടുക്കാൻ പോയത്. അന്നത്തെ ഭാനുമതിയുടെ പാചകവും ദേവസ്യയുടെ ഷാപ്പിൽ എത്തിയവർക്ക് ബോധിച്ചു. ഇതെന്താ ചായ, ഇവിടുത്തെ ഷെഫ് മാറിയോ? ചിലർ തിരക്കി. കറികളൊക്കെ നല്ല വെറൈറ്റിയും ടേസ്റ്റ് കൂടിയതായല്ലോ, ഇനി നോക്കിക്കോ, ഗുരുഡാഗിരി പോലെ ഈ ഷാപ്പും ഫേമസ് ആകും. ദേവസ്യയുടെ അഭിമാന നിമിഷങ്ങളായിരുന്നു അത്തരം വിലയിരുത്തലുകൾ. അയാളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഷാപ്പിലെ സ്ഥിരം പാചകക്കാർക്ക് ഈ അഭിപ്രായം അത്ര പിടിച്ചില്ല. കറികളിൽ കുറച്ച് ഉപ്പ് കൂടുതൽ വാരിയിട്ടാലോ എന്ന് പോലും അവർക്ക് തോന്നാതിരുന്നില്ല. പക്ഷെ വേണ്ടെന്ന് വെച്ചു. അതിന് കാരണങ്ങൾ പലതുണ്ടായിരുന്നു. ഭാനുമതി കൊടുത്തുവിടുന്ന കറികൾ ദേവസ്യ ആദ്യം രുചിച്ചു നോക്കി വിലയിരുത്താറുണ്ട്. അതിനുശേഷം അതിൽ മാറ്റമുണ്ടായാൽ തങ്ങളെ സംശയിക്കും എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. മാത്രമല്ല ദേവസ്യ അവരോട് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഞാൻ പുറത്തുനിന്ന് സാധനങ്ങൾ ഉണ്ടാക്കിക്കുന്നതിൽ നിങ്ങൾക്ക് നീരസമുണ്ടാകുമെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികം. പക്ഷേ മനസ്സിൽ അരുതാത്തതൊന്നും തോന്നിയേക്കരുത്. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേക്കണം. നിങ്ങളുടെ ജോലിഭാരം കുറയുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ച് എനിക്ക് ചെലവ് അല്പം കൂടിയാലും നിങ്ങളുടെ ശമ്പളത്തിൽ ഒട്ടും കുറവുണ്ടാകുന്നില്ല. മാത്രമല്ല ഇവിടുത്തെ കസ്റ്റമേഴ്സ് കരുതുന്നത് ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നാവും. പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പാചകക്കാർക്കറിയാം. ഇതെല്ലാം കൂടാതെ കിച്ചണിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിരുന്നു ദേവസ്യ. അതിനാൽ തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്ന് അരുതാത്ത ഒരു നീക്കവും ഉണ്ടായിക്കൂടെന്ന് അവരും തീരുമാനിച്ചു. എന്നാൽ അവിടുത്തെ പ്രധാന പാചകക്കാരിയായ സരസമ്മയുടെ വീട്ടിൽ തൊട്ടടുത്ത ദിവസം ഒരു ബൈക്കിൽ ദത്തൻ വന്നിറങ്ങി. അപ്പോൾ സമയം ഏതാണ്ട് രാത്രി 9 മണിയായിരുന്നു. 8 മണി കഴിയുമ്പോൾ സരസമ്മ ഷാപ്പിൽ നിന്ന് മടങ്ങിപ്പോരുമായിരുന്നു. ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് രാജപ്പൻ. 10ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളാണ് അവർക്കുള്ളത്. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. രാജപ്പന് ചോറ് വിളമ്പി കൊടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു സരസമ്മ. ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് പാത്രത്തിലേക്ക് കൈ കുടഞ്ഞിട്ട് രാജപ്പൻ എഴുന്നേൽക്കുവാൻ ഭാവിച്ചു. നിങ്ങളിരുന്ന് കഴിക്കേ, ഞാൻ നോക്കാം ആരാന്ന് പറഞ്ഞുകൊണ്ട് സരസമ്മ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. രാജപ്പൻ പാത്രത്തിൽ ശേഷിച്ചത് വേഗം കഴിക്കുവാൻ ഭാവിക്കുമ്പോൾ സരസമ്മയ്ക്ക് പിന്നാലെ ദത്തനും കയറി വന്നു. അയ്യോ മുതലാളിയോ? അയാളെ കണ്ട് രാജപ്പൻ എഴുന്നേറ്റു. പതുക്കെ കഴിച്ചാൽ മതി രാജപ്പ, ഞാനിരിക്കാം. ദത്തൻ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ അമർന്നു. കഴിച്ചു തീർന്നു മുതലാളി. രാജപ്പൻ വേഗം കൈ കഴുകി ലുങ്കിയുടെ തുമ്പുയർത്തി കൈയും മുഖവും തുടച്ചിട്ട് മടങ്ങി വന്നു. എന്താ മുതലാളി ഈ രാത്രിയിലെ? രാജപ്പന് മനസ്സിലായില്ല. കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, ദത്തൻ ചിരിച്ചു. തൻ്റെ ഭാര്യയെ കൂടി വിളിക്കേ. രാജപ്പൻ തിരിഞ്ഞു നോക്കി വിളിക്കുന്നതിന് മുമ്പ് സരസമ്മയും വന്നു. ഇരുവരും ദത്തന് മുന്നിൽ ഭവ്യതയോടെ നിന്നു. ദത്തൻ ഷർട്ടുയർത്തി മുണ്ടിൻ്റെ മടിയിൽ നിന്ന് 100ൻ്റെ ഒരു കെട്ട് നോട്ടെടുത്ത് അവർക്ക് മുന്നിൽ തീപ്പോയിൽ വച്ചു. അത് കണ്ട് രാജപ്പൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. രാജപ്പനും സരസമ്മയോ ആ നോട്ടുകെട്ടിലേക്കും ദത്തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്തിനാ മുതലാളി ഇത്രയും രൂപ? ചോദിച്ചത് സരസമ്മയാണ്. പറയാം. ആദ്യം ഇത് നിങ്ങൾക്ക് തരുന്നതാണെന്ന് വിചാരിക്കുക. രാജപ്പൻ്റെ കണ്ണുകളിൽ ആർത്തി ശ്രദ്ധിച്ചിട്ടാണ് ദത്തൻ പറഞ്ഞത്. രാജപ്പനാണെങ്കിൽ കൊക്ക് മീനിനെ കൊത്തിയെടുക്കുന്നത് പോലെ പണം എടുക്കുവാൻ വെമ്പി നിൽക്കുകയാണ്. എന്നാലും ഒരാൾക്ക് ഇത്രയും കാശ് ആരെങ്കിലും ചുമ്മാതെ കൊടുക്കുമോ? സരസമ്മയ്ക്ക് സംശയം. ചുമ്മാതാണെന്ന് ആര് പറഞ്ഞു? ദത്തൻ പോക്കറ്റിൽ നിന്നും വില കൂടിയ സിഗരറ്റിൻ്റെ ഒരു പാക്കറ്റ് പുറത്തെടുത്തു. അതിലൊന്നെടുത്ത് ചുണ്ടിൽ തിരികിയിട്ട് രാജപ്പനെ നോക്കി. തനിക്ക് വേണോ? അത് രാജപ്പൻ തല ചൊറിഞ്ഞു. ഇന്നാടാ. ദത്തൻ പാക്കറ്റ് അയാൾക്ക് നീട്ടി. രാജപ്പൻ നിധി കിട്ടിയ സന്തോഷത്തോടെ ഒരു സിഗരറ്റ് എടുത്തിട്ട് ബാക്കി മടക്കി നൽകുവാൻ ഭാവിച്ചു. വേണ്ടടാ, അത് നീ വെച്ചോ. ഗൾഫിൽ നിന്ന് വന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്ത. ഇനിയും വീട്ടിലിരിപ്പുണ്ട് 10-16 പാക്കറ്റുകൾ. ദത്തൻ പറഞ്ഞപ്പോൾ രാജപ്പൻ്റെ സന്തോഷം ഇരട്ടിച്ചു. എന്നാൽ സരസമ്മയ്ക്ക് സംശയം ബാക്കി നിന്നു. ആർക്കും 5 പൈസ സഹായം നൽകാത്തവനാണ് ദത്തൻ മുതലാളിയെന്ന് അവൾക്കറിയാം. മുതലാളി കാര്യം പറഞ്ഞില്ല, അവൾ ഓർമ്മപ്പെടുത്തി. പറയാം. അയാൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ലൈറ്റർ കൊണ്ട് സിഗരറ്റിൽ തീ പകർന്നു. എനിക്ക് സരസമ്മയുടെ ഒരു സഹായം വേണം. അതിൻ്റെ പ്രതിഫലമാണ് ഈ പണം. അയാൾ 2 കവിൾ പുക ആസ്വദിച്ച് വലിച്ചുവിട്ടു. സരസമ്മ കൺമിഴിച്ചു. ഞാൻ മുതലാളിക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യാനാ? അതും ഇത്രയും കൂലി തന്നുള്ള ജോലി. അവളുടെ മനസ്സ് ജാഗരൂകമായി. ജോലി വലുതൊന്നുമല്ല സരസമ്മേ, പക്ഷേ അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കരുതിയാൽ മതി. അല്ലാതെ കൂലിയുടെ വലിപ്പം നോക്കണ്ട. സരസമ്മ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ രാജപ്പൻ ഇടയ്ക്ക് കയറി. മുതലാളി പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നീ അങ്ങ് സമ്മതിച്ചേരടി. സരസമ്മ ഭർത്താവിനെ സൂക്ഷിച്ചൊന്നു നോക്കി. ഷാപ്പുടമ ദേവസ്യയെ ദത്തൻ്റെ ആളുകൾ ആക്രമിക്കാനെത്തിയതും പിന്നെ പല്ലവിയുടെ കള്ളിൽ നഞ്ചു കലർത്തുവാൻ ശ്രമിച്ചതുമൊക്കെ സരസമ്മയുടെ ഓർമ്മയിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഭർത്താവിൻ്റെ നിർദ്ദേശം അവൾ അവഗണിച്ചു. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തു തന്നിരിക്കും മുതലാളി. ആദ്യം പക്ഷേ ജോലി എന്താണെന്നറിയണം, അവൾ തീർത്തു പറഞ്ഞു. നീ ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോടി? രാജപ്പൻ പിന്നെയും സംസാരിച്ചു. ഉണ്ട്. സരസമ്മയുടെ ശബ്ദം അല്പം കൂടി ഉറച്ചു. അതോടെ രാജപ്പൻ ഒന്നടങ്ങി. ദത്തൻ സരസമ്മയെ ശ്രദ്ധിച്ചു. സരസമ്മയ്ക്ക് പറ്റുന്ന ജോലിയാണ്. നിന്നെക്കൊണ്ടേ അതിന് കഴിയൂ. ജോലി വേറൊന്നുമല്ല. ഞാൻ കാഞ്ഞിരത്തിൻ്റെ കുറച്ച് ഇലകൾ നിന്നെ ഏൽപ്പിക്കും. നീ അത് കറിവേപ്പില വലുപ്പത്തിൽ നുറുക്കി ദേവസ്യയുടെ ഷാപ്പിലെ കറികളിൽ ഇടണം.
ആർക്കും യാതൊരു സംശയം തോന്നുകയുമില്ല. ജോലി നിസ്സാരം. പക്ഷേ നിനക്ക് കിട്ടുന്നത് ഒറ്റ മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയാണ്. സംഗതി വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പണം കൂടി തരും. ദത്തൻ നോട്ടുകെട്ടിലേക്ക് കൈ ചൂണ്ടി. പക്ഷേ സരസമ്മ നടുങ്ങിപ്പോയി. കാഞ്ഞിരത്തിലെ ഇല കറിയിലിട്ടാൽ കറിക്ക് കയ്പാകും. അത് ഉള്ളിൽ ചെന്നാൽ വയറിളക്കവും ഛർദിയും ഉണ്ടാവും. ഇനി കൂടുതൽ ചെന്നാൽ അത് മരണത്തോട് വരെ അടുപ്പിച്ചെന്നുമിരിക്കും. മുതലാളി, സരസമ്മയുടെ മുഖത്ത് ഒരു പുച്ഛഭാവം മിന്നി മറഞ്ഞു. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര നീചനാണെന്നറിഞ്ഞത് ഇപ്പോഴാണ്. ദത്തൻ്റെ കണ്ണുകൾ കുറുകി. അത് ശ്രദ്ധിക്കാതെ സരസമ്മ തുടർന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കാര്യം നമ്മൾ മൂവരുമല്ലാതെ മറ്റാരും അറിയണ്ട. എൻ്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ മണ്ണ് വാരിയിടുന്നതിന് തുല്യമല്ലേ ഇത്? ഷാപ്പിൽ വിഷമുണ്ടായാൽ അത് പൂട്ടും. എൻ്റെ ജോലിയും പോകും. പിന്നെ ഞാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ ജീവിതം എവിടാ? ജയിലിൽ. പറ്റത്തില്ല മുതലാളി, ഞാൻ ഈ പണി ചെയ്യത്തില്ല. സരസമ്മ തിരിഞ്ഞു നടക്കുവാൻ ഭാവിച്ചു. എന്നാൽ ദത്തൻ തടഞ്ഞു. നീയൊന്ന് നിന്നേ. സരസമ്മ നിന്നു. നിനക്ക് ജോലി പോകും എന്ന പേടി വേണ്ട. എൻ്റെ ഷാപ്പിൽ നിനക്ക് മാത്രമല്ല, ഈ രാജപ്പനും ഞാൻ പണി തരും. ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം പോരെ? അത് മതി എന്ന് പറയണമെന്നുണ്ടായിരുന്നു രാജപ്പന്. എന്നാൽ അതിനു മുമ്പേ സരസമ്മ മറുപടി നൽകി. പോരാ മുതലാളി, എനിക്ക് മനസ്സമാധാനമാണ് പ്രധാനം. അങ്ങനെ മനസ്താവപ്പെടേണ്ട യാതൊരു അവസ്ഥയും നിനക്ക് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. മാത്രമല്ല, പിടിക്കപ്പെട്ടാൽ പോലും നിന്നെ തേടി പോലീസ് വരത്തില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. എന്താ? അയാൾ അവളെയും രാജപ്പനെയും മാറി മാറി നോക്കി. ഇനി മുതലാളി ഇക്കാര്യം എന്നോട് സംസാരിക്കരുത്. സരസമ്മ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന മുറിയിലേക്ക് പോയി. രാജപ്പൻ ആ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി. മുതലാളി ധൈര്യമായിട്ട് പോയട്ടെ. അവളെക്കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റുന്നേ. ദത്തൻ്റെ മുഖം തെളിഞ്ഞു. അയാൾ എഴുന്നേറ്റു. എങ്കിൽ ഞാൻ ഇറങ്ങുകയാ. നാളെ വരാം. പണം ഇവിടെ ഇരിക്കട്ടെ. ശരി മുതലാളി. ദത്തൻ ബൈക്കിൽ കയറിയതും രാജപ്പൻ ആ നോട്ട് കെട്ട് കയ്യിലെടുത്തു. പിന്നെ അത് വിടർത്തി മണത്തു നോക്കി. ആഹാ, പുത്തൻ നോട്ടിൻ്റെ മണം. വാതിലടച്ചിട്ട് അയാൾ ഭാര്യയും കുട്ടികളും കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവിടുത്തെ ലൈറ്റിട്ടു. കുട്ടികളുടെ നേർക്ക് തിരിഞ്ഞു കിടക്കുകയായിരുന്നു സരസമ്മ. രാജപ്പൻ കട്ടിലിരുന്ന് അവളുടെ തോളിൽ തട്ടി വിളിച്ചു. എന്താ? രാജമ്മ ഒച്ച ഉയർത്തി. നീ ഇത് കണ്ടോ? മുതലാളി പണം കൊണ്ടുപോയില്ല. അയാൾ നോട്ട് കെട്ട് അവളുടെ മുഖത്തിന് നേർക്ക് പിടിച്ചു. കയറി വന്ന മഹാലക്ഷ്മിയെ നീ ചവിട്ടിക്കളയല്ലേടി. മഹാലക്ഷ്മി. സരസമ്മയുടെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. വന്നത് കാലിന. നമ്മുടെ മാത്രമല്ല, ഈ നാട്ടുകാരുടെയും. അപ്പോൾ നീ ഇത് ചെയ്യില്ലേ? രാജപ്പന് ദേഷ്യമായി. ഇല്ല ഇല്ല ഇല്ല. നിങ്ങളുടെ മുന്നിൽ വച്ചല്ലേ അയാളോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്ത നിമിഷം രാജപ്പൻ കൈവീശി ഒറ്റയടി സരസമ്മയുടെ കവളത്ത്. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒച്ചയിൽ കുട്ടികൾ പോലും നടുങ്ങി ഉണർന്ന് നിലവിളിച്ചു. ഒന്നും ശ്രദ്ധിക്കാതെ ചാടി എഴുന്നേറ്റ രാജപ്പൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി അട്ടഹസിച്ചു. നീ ചെയ്യും. നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ നീ എൻ്റെ പേര് ഒരു പട്ടിക്കിട്ടോടി. കവിൾ നുറങ്ങുന്ന വേദനയിലും കരഞ്ഞില്ല സരസമ്മ. കുട്ടികൾ ഭയന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നിങ്ങളെക്കാൾ അന്തസ് പട്ടിക്കുണ്ട്. സരസമ്മ പറഞ്ഞു നിർത്തിയതും പുറത്ത് ശക്തമായൊരു ചവിട്ടുകൂടി കിട്ടി. ശേഷം തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ രാജപ്പൻ്റെ ഭീഷണി. നാളെ രാത്രിയിൽ മുതലാളി വരും. അപ്പോൾ സമ്മതമല്ലെന്ന് നീ പറഞ്ഞാൽ നിന്നെ കൊല്ലും ഞാൻ. നിൻ്റെ പിള്ളേരെയും കൊല്ലും. എന്തായാലും ഈ കാശ് ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല. സരസമ്മ മിണ്ടിയില്ല. പിറ്റേന്ന് അന്തിച്ചെത്ത് കഴിഞ്ഞ് തൻ്റെ കൈനറ്റി ഹോണ്ടയിലേക്ക് കന്നാസെടുത്ത് വയ്ക്കുകയായിരുന്നു പല്ലവി. അപ്പോഴാണ് ചുരിദാർ ടോപ്പിൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന ഫോൺ വിറക്കൊണ്ടത്. ഈ നേരത്തെ ഇതാരാ? പിറുപിറുത്തുകൊണ്ട് അവൾ ഹാൻഡ്സെറ്റ് എടുത്തു നോക്കി. മാതൃദേശം ചാനൽ റിപ്പോർട്ടർ ഹരിലാൽ. പല്ലവിയുടെ മനസ്സിലുണ്ടായ ദേഷ്യം പോയി. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്യുന്നത് അവൾക്ക് അസ്വസ്ഥത ഉളവാക്കുമായിരുന്നു. ഹലോ. അവൾ ഫോൺ കാതിൽ ചേർത്തു. ജീവനോടെയുണ്ടോ സാർ ഇപ്പോഴും? കൊള്ളാമല്ലോ. ഹരിലാൽ ചിരിച്ചു. പിന്നെ എന്നെ ആരെങ്കിലും കൊന്നെന്ന് കരുതിയോ? അങ്ങനെ കരുതുന്നതിലും തെറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം ഏതോ രാഷ്ട്രീയക്കാർ ചാനലുകാരെ എടുത്തിട്ട് ചവിട്ടുന്നത് TV ന്യൂസിൽ കണ്ടിരുന്നു. ഓ അങ്ങനെ. പിന്നെ ഇപ്പോൾ എവിടെയാ? അവൻ തിരക്കി. ഞാൻ എവിടെ പോകാനാ? ചിറയിലുണ്ട്. ദേ അവസാനത്തെ തെങ്ങിലും കയറി കള്ളെടുത്തിട്ട് ഇറങ്ങിയതേയുള്ളൂ. അവൾ സ്കൂട്ടറിൽ ചാരിയിരുന്നു. മധുരക്കള്ള് കുടിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഹരിലാലിൻ്റെ സ്വരത്തിൽ ഒരു മാറ്റം. അത് മനസ്സിലായി. അതെങ്ങനെ? അവൻ അത്ഭുതം. അതൊക്കെ മനസ്സിലാക്കാൻ PhD ഒന്നും എടുക്കേണ്ട കാര്യമില്ല സാറേ. ഈ പഞ്ചാര വർത്തമാനം കേട്ടാൽ തന്നെ ധാരാളം. അപ്പുറത്തൊരു നിമിഷം മൗനം. അവൻ ചമ്മിയെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ തുടർന്നു. ഞാനേ ഒരു ദിവസം എത്ര പേരെ കാണുന്നതാ സാറേ. അതുകൊണ്ട് കൂടുതൽ ചമ്മലൊന്നും വേണ്ട. എനിക്ക് ഷാപ്പിൽ പോയി കള്ള് ഇളക്കേണ്ടതാ. വിളിച്ച കാര്യം വേഗം പറഞ്ഞാട്ടെ. അത് പറയാം. പക്ഷേ മറ്റൊരു അഭ്യർത്ഥനയെ കൊണ്ട് എന്നെ സാറേ വിളിക്കണ്ട. അങ്ങനെ പല്ലവി വിളിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു കുറച്ചിൽ പോലെ. പല്ലവി നീട്ടി മൂളി. നോവലുകളിലും സിനിമകളിലൊക്കെയുള്ള ഡയലോഗ് പോലെ. പിന്നെ ഞാൻ സാറിനെ എന്ത് വിളിക്കണം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ചോദിക്കുകയുമില്ല. വേഗം കാര്യം പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ. കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? പല്ലവിയെക്കുറിച്ചുള്ള ഷോ കണ്ടിട്ട് ഒരാൾ വിളിച്ച കാര്യം. ആ ആൾ പല്ലവിയെ കാണാൻ വരുന്നെന്ന് അവൻ പറഞ്ഞു. അതെ പറഞ്ഞു. അവൾ കാതോർത്തു. അദ്ദേഹം അടുത്ത ആഴ്ച എത്തും. മിക്കവാറും അതിനടുത്ത് ഏതെങ്കിലും ദിവസങ്ങളിൽ അങ്ങോട്ട് വന്നെന്നിരിക്കും.
കാര്യമൊന്നും അറിയില്ലെങ്കിലും പല്ലവിക്ക് എന്തോ ഒരു ആശങ്ക തോന്നി. അല്ല ഹരി സാറേ, എന്തിനാണ് അദ്ദേഹം വരുന്നതെന്ന് ഒരു സൂചന തന്നാൽ? ഐ എം സോറി, ഒന്നും വിട്ടു പറയില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രോമിസ് ചെയ്തതാ. മറ്റൊന്നും വിചാരിക്കരുത്. ഓക്കെ, പല്ലവി ദീർഘമായി നിശ്വസിച്ചു. ദേവസിയുടെ ഷാപ്പിൽ രാവിലെ മുതൽ അസ്വസ്ഥയായിരുന്നു സരസമ്മ. വൈകിട്ട് ദത്തൻ മുതലാളി വരും. അയാൾ വച്ചിട്ട് പോയ പണവുമായി രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി എങ്ങോട്ടോ പോയിരിക്കുകയാണ് രാജപ്പണ്ണൻ. ഇനി മുതലാളി വരുമ്പോൾ ഞാൻ എന്തു പറയും? രാജപ്പണ്ണൻ ഇന്ന് ആ രൂപ മുഴുവൻ തീർത്തിട്ടേ മടങ്ങി വരൂ എന്നുറപ്പാണ്. ചിന്താധീനയായി നിൽക്കുന്ന സരസമ്മയെ കണ്ട് ദേവസിയെ മറ്റു പാചകക്കാരെ എന്താണ് വിഷയമെന്ന് തിരക്കി. തനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞൊഴുകിയായിരുന്നു സരസമ്മ. എന്നാൽ നേരം സന്ധ്യയായതോടുകൂടി അവളുടെ പാരവശ്യം വർദ്ധിച്ചു. താൻ അനുസരിച്ചില്ലെങ്കിൽ രാജപ്പണ്ണൻ ഇന്നലത്തെ ഭീഷണി നടപ്പാക്കിയെന്നിരിക്കും. തന്നെയും മക്കളെയും കൊന്നുകളയും. ദേവസിക്ക് ഈ വിവരത്തെക്കുറിച്ച് ഒരു സൂചന കൊടുത്താലോ എന്ന് അവൾ പലവട്ടം ചിന്തിച്ചതാണ്. പക്ഷേ മനസ്സ് അനുവദിച്ചില്ല. സരസമ്മ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കള്ള് കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയ പല്ലവി അവളെ കണ്ടത്. ഷാപ്പിൽ തിരക്ക് വർദ്ധിച്ച സമയവുമായിരുന്നു. നേരത്തെ പുഞ്ചിരിയോടെ പല്ലവി അവളുടെ അടുത്തേക്ക് വന്നു. എന്താ ചേച്ചി ഒരു ആലോചന? ഒന്നുമില്ല. സരസമ്മയുടെ തല കുനിഞ്ഞു. അല്ല, എന്തോ ഉണ്ട്, എനിക്കറിയാം. പല്ലവി വിടാനുള്ള ഭാവമില്ല. എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയുന്നേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതിന് പല്ലവിയെ കൊണ്ട് പറ്റത്തില്ല. പറഞ്ഞതും സരസമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പ്രശ്നം ലഘുവല്ലെന്ന് പല്ലവി തിരിച്ചറിഞ്ഞു. ചേച്ചി വന്നേ. അവളുടെ കൈപിടിച്ച പല്ലവി ഷാപ്പിൻ്റെ പിൻവാതിൽ വഴി പുറത്തേക്കിറങ്ങി. അവിടെ ചെറിയൊരു വാഴത്തോപ്പും അതിനപ്പുറം പാടവുമായിരുന്നു. ഇനി ചേച്ചി കാര്യം പറ. ഞാൻ മറ്റാരോട് പറയത്തില്ലെന്നേ, പല്ലവി ഉറപ്പ് കൊടുത്തു. എന്നിട്ടും സരസമ്മ വാ തുറന്നില്ല. പല്ലവി പിന്നെയും നിർബന്ധിച്ചു. ഇപ്പോൾ സരസമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. മോളെ, പുറത്താരെങ്കിലും അറിഞ്ഞാൽ അവരെന്നെ കൊല്ലും. സരസമ്മയുടെ കണ്ണുകളിൽ ഭീതി തിങ്ങി. ആര്? പല്ലവി നെറ്റിച്ചുളിച്ചു. അതൊക്കെ പറഞ്ഞാൽ പറ ചേച്ചി, ധൈര്യമായിട്ട് പറ. ചേച്ചിക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം, പല്ലവി ഉറപ്പ് കൊടുത്തു. സരസമ്മയ്ക്ക് അല്പം ധൈര്യമായി. അവൾ മനസ്സ് തുറന്നു. ഇന്നലെ രാത്രി ദത്തൻ മുതലാളി വീട്ടിൽ വന്നിരുന്നു. തുടർന്ന് സരസമ്മ നടന്ന കാര്യങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ തുറന്നു പറഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ പ്രതികരണം അടക്കം. ഇടിമിന്നലേറ്റതുപോലെ സ്തബ്ധയായി നിന്നുപോയി പല്ലവി. കഥ തുടരും.